നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. വേനൽക്കാലം ഏതാണ്ട് കഴിയാറായി. സ്കൂൾ വെക്കേഷൻ തുടങ്ങിയിട്ട് ഒരു മാസമായി അല്ലേ. ചൂടൊന്നും എന്നാലും കുറഞ്ഞിട്ടില്ല, ചൂടൊക്കെ നല്ല കഠിനമായിട്ട് തുടരുന്നു. അപ്പോൾ നമുക്ക് മഴക്കാലം ആകുമ്പോഴേക്കും കുറച്ച് റെസിപ്പികളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നല്ല ഒരു ചീര കൊണ്ടൊരു തോരൻ, ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പുതിയ തരം തോരനാണ് ഞാൻ ചീര കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. നല്ല പച്ച ചീരയോ ചുവന്ന ചീരയോ ഈ തോരന് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ചെറിയ അടുക്കളയിലേക്ക് പോയിട്ട് നല്ല ഒരു സുന്ദരി തോരൻ ഉണ്ടാക്കാം. നിങ്ങളും പോരുവിൻ്റെ ഒപ്പം. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ. അപ്പോൾ അതിലൊരു സീക്രട്ട് ഉണ്ട്, സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. നമുക്ക് തോരനുണ്ടാക്കിയാലോ? ഒരു പുതിയ തരത്തിൽ നമുക്കൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ എന്താ ചീര ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി കേട്ടോ. ഒരു 3 മുട്ട ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് പച്ച ഗ്രീൻ പീസ് ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് ആയ കാരണം ഞാനത് വേവിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, നാളികേരം ഒക്കെയാണ്. അത് പിന്നെ വഴിയാലെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കേട്ടോ. നമ്മളുടെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച 2 സവാള കുറച്ച് നന്നായിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തോരൻ. ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് മൂത്താൽ മതി, അല്ലാതെ മൂക്കൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടാൽ മതി. നിർബന്ധമില്ല പച്ചമുളക് ഇടുമ്പോൾ, പക്ഷെ മുളക് പൊടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചീര കണ്ടില്ലേ നല്ലോണം ചുരുങ്ങിയിട്ടോ. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ എത്ര ചീരയായിരുന്നു അല്ലേ. ഇളക്കി കൊടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിക്കൊള്ളൂ കേട്ടോ, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. എനിക്കിതിൽ ആവശ്യമുള്ള ഉപ്പുണ്ട്. വെള്ളയെ ഉപയോഗിക്കേണ്ട കേട്ടോ, അതിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ. ആവിയിലിരുന്ന് ആയിക്കോളും. ഇത് നല്ലൊരു തോരനാണ്. എത്ര ചീര ഉണ്ടോ അതിനനുസരിച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും എടുത്തോളൂ, ഗ്രീൻ പീസും എടുത്തോളൂ. എന്നാലേ നല്ല ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചീരയും ക്യാരറ്റും ഒക്കെ വെന്തു. നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച ഈ മുട്ട നടുവിൽക്കേണ്ട ഒഴിച്ചു കൊടുത്തിട്ട് 2 സ്ക്രാമ്പിൾ ചെയ്യാം കേട്ടോ. ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ മുട്ട കണ്ടോ ഇവിടെ സ്ക്രാമ്പിളായി. ഇതെല്ലാം കൂടിയാണ്ട് മിക്സ് ആക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ആക്കാം. എത്ര കുറച്ചേ ഉള്ളൂ അല്ലേ ഇത് ഉണ്ടാക്കുമ്പോൾ. ഞാൻ വിചാരിച്ചു കണ്ടമാനം ബാക്കിയാവുമെന്ന്. ഒന്ന് ചെറുതായി ഡ്രൈ ആവട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രീൻ പീസ് ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ വേവിക്കണം കേട്ടോ, അല്ലാതെ ഇതിൽ കിടന്ന ഗ്രീൻ പീസ് വരില്ല. പച്ചയാണെങ്കിൽ ഇതിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ ആദ്യം വേവും. ഞാൻ പച്ച ഗ്രീൻ പീസ് അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല. ഇത് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു തോരനാണ് കേട്ടോ. ഇത് സ്കൂളിലേക്കൊക്കെ ഈ ബിരിയാണി റൈസിൻ്റെ ഒപ്പം കുട്ടികൾക്ക് വെച്ച് കൊടുക്കുക. ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് വേറെ ലെവലാണ്. ഒന്നും അന്നത്തെ ദിവസം കഴിക്കണം എന്നില്ല, അത്രയും നല്ല ഒരു തോരനാണ്. മുട്ട ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയ ചീരയുണ്ട്, നാളികേരമുണ്ട്, പിന്നെ സവാള ഒക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരനാണ്. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അതിനുവേണ്ടി എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
അപ്പോൾ സെർവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി. കണ്ടോ, നല്ല ഡ്രൈ ആയിരിക്കണം ഈ തോരൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചീരയുടെ സീസണല്ലേ, മഴയൊക്കെ പെയ്യാൻ തുടങ്ങി, കാലാവസ്ഥയൊക്കെ മാറി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ തോരൻ ഇഷ്ടപ്പെട്ടോ? വളരെ നല്ല തോരൻ അല്ലേ? ചീര എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ഒക്കെ നല്ല ഉള്ളതാണല്ലോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ചീര. കാഴ്ചശക്തിക്ക് ചീര വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചീര വാങ്ങിയിട്ട് വേഗം ഈ തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസ് എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കണം. അപ്പം നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.